നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കൊല്ലം സുധിയുടെ അകാല വിയോഗശേഷം രേണു അഭിനയ രംഗത്തേക്ക് എത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഒപ്പം ബോഡി ഷെയ്മിംഗും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ രേണുവിന് ഇക്കാലയളവിനുള്ളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ തന്നെ ഒരു വരുമാന മാർഗമായി എടുക്കുമ്പോൾ അതിലൂടെ വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ വരുമാനം കണ്ടെത്തുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്ത വ്യക്തിയാണ് രേണു സുധി. അതിനാൽ തന്നെ താരത്തെ തേടി പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും കളിയാക്കലുകളും ട്രോളുകളും എല്ലാം തന്നെ എത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രേണുവിന് ക്യാൻസർ ആണെന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആദ്യം ഇത് വ്യാജ വാർത്തകളാണെന്ന് രേണു പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ രേണു സുധി തന്നെ ഇത് നിഷേധിച്ചിരുന്നു. എന്നാൽ രോഗവിവരം വാസ്തവമാണെന്ന് അറിയിച്ച് കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകരും സുധിയുടെ പേരിൽ വീട് വെച്ച് നൽകാൻ നേതൃത്വം നൽകിയ ആളുമായ ഫിറോസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയതും വലിയ വാർത്തയായി. ഇപ്പോഴിതാ രോഗവിവരം ആദ്യമായി തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് രേണു സുധി. ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചുവെന്നും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അല്പം ഗുരുതരമാണെന്നും ക്യാൻസർ സ്റ്റേജ് 3-ാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്നും രേണു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പറയാൻ സമയമായി എന്ന് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചു എന്നാണ്. അങ്ങനെയല്ല. ബ്രസ്റ്റിൽ ഒരു മുഴ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല. ഡിപ്ലോമയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടുകാർ ഇതറിഞ്ഞു. അന്നേരം തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോയത്. എന്റെ സുഹൃത്തിന്റെ അച്ഛനായിരുന്നു ഡോക്ടർ. അദ്ദേഹം ബയോപ്സിയൊക്കെ എടുത്തു. ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ ഇതിന് വലിയ പ്രശ്നമില്ല, പക്ഷെ ഇതിങ്ങനെ വെക്കരുത്, പക്ഷെ ഭാവിയിൽ ക്യാൻസർ ആയേക്കുമെന്നൊക്കെ പറഞ്ഞു. അന്ന് അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ പേടി കാരണം വീട്ടിൽ പറഞ്ഞില്ല. മനസ്സിന് കട്ടിയുള്ളയാളാണ് ഞാൻ, പക്ഷെ ഒരു സൂചി വെക്കുന്നത് പോലും എനിക്ക് പേടിയാണ്. സുധിച്ചേട്ടന്റെ മരണശേഷം ഈ മുഴ കാരണം എന്റെ ബ്രസ്റ്റിന്റെ ആകൃതിയിലൊക്കെ വ്യത്യാസം വന്നിരുന്നു. അത് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. ഡോക്ടറെ കാണിച്ചു. അത് അങ്ങനെ സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ ഡോക്ടർ ഒരു സംശയം പ്രകടിപ്പിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീട്ടുകാരോടൊന്നും പറയല്ലേ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. സ്കാനിങ്ങിന് ശേഷം മാമോഗ്രാം നടത്തി. മാമോഗ്രാമിലും സംശയം തോന്നിയപ്പോഴാണ് ബയോപ്സി ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. അതിന്റെ റിസൾട്ടും ഞാൻ ഒറ്റയ്ക്ക് ചെന്നാണ് മേടിച്ചത്. ബയോപ്സിയിൽ ക്യാൻസർ കൺഫേം ചെയ്തു. ഡോക്ടർ എന്നോട് നേരിട്ട് പറയുകയായിരുന്നു. കാരണം എന്റെ ധൈര്യം കണ്ടിട്ടാണ്. ധൈര്യമുള്ള ആളല്ലേ രേണു, അതാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എന്തോ ഒരു വല്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി. അത് ആരാണെങ്കിലും അങ്ങനെ വരും. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ വരല്ലേ എന്നാണ് പ്രാർത്ഥന. റിസൾട്ടുമായി വീട്ടിലേക്ക് പോയി. ആരോടും പറഞ്ഞില്ല. ചേച്ചിയോട് പോലും പറഞ്ഞില്ല. കാരണം അവരൊക്കെ വിഷമിക്കും. എന്റെ മാനേജറായ കരിഷ്മയോടാണ് ആദ്യം പറഞ്ഞത്. അവരാണ് ചേച്ചിയോട് പറയുന്നത്. കുറച്ച് സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് പരുമല ആശുപത്രിയിൽ പെറ്റ് സ്കാൻ എടുക്കാനായിട്ട് ഞാൻ പോയത്. അവിടെ നിന്നാണ് ഇത് ലീക്കാകുന്നതും. ഒരു അസുഖമാണേലും അല്ലേലും ഇങ്ങനെ കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്നിട്ടും ഒന്നും മിണ്ടിയില്ല. വീട്ടുകാർ അറിഞ്ഞാൽ ഷൂട്ട് ഒന്നും നടക്കത്തില്ല. എനിക്ക് ചികിത്സയ്ക്ക് എന്തായാലും പൈസയും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നു. ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും പോയി വിശദമായി സ്കാൻ ചെയ്തു. അവരും ഇത് സ്ഥിരീകരിച്ചു. 3-ാമത്തെ സ്റ്റേജ് കഴിയുന്ന ഘട്ടമായെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്ഥിതി കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഹാർട്ടിന്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു. ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. കീമോതെറാപ്പി തുടങ്ങണമെന്ന് പറഞ്ഞു. ഉടനെ അത് തുടങ്ങും. എന്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും മാനേജർക്കും വീട്ടുകാർക്കും കസിൻസിനും മാത്രം അറിയുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരോടും പങ്കുവെക്കുന്നത്. മുന്നോട്ട് നമുക്ക് ജീവിക്കണമെന്നൊരു ഒറ്റ ചിന്തയാണ് എന്നെ ഇപ്പോൾ നയിക്കുന്നത്. പെൺകുട്ടികൾ ശരീരത്തിൽ വേദനയില്ലാത്ത മുഴയൊക്കെ വന്നാൽ ശ്രദ്ധിക്കുക. ഡോക്ടറെ കാണിക്കുക. വേദനയില്ല എന്നോർത്ത് വച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് രേണു സുധി പറഞ്ഞത്. തനിക്കെതിരെ വിമർശനങ്ങൾ തുടരുന്നുണ്ടെങ്കിലും രോഗത്തെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും രേണു പറഞ്ഞിരുന്നു. ഇനി കീമോതെറാപ്പി തുടങ്ങണമെന്നാണ് പറയുന്നത്. പല ട്രീറ്റ്മെന്റുകളും അവർ വിശദീകരിച്ചു തന്നു. അതിനൊക്കെ ഞാൻ വിധേയമാകണം. കുഞ്ഞു കൊച്ചാണുള്ളത് എനിക്ക്. ഞാനൊന്നും ആയിട്ടില്ല. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്നാണ് കരുതുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ ചീത്ത പറയാനും അവർക്ക് അങ്ങനെ വേണം. ചത്തൊടുങ്ങട്ടെ എന്നൊക്കെ ഒരുപാട് പേർ കമന്റ്സ് പറയുന്നുണ്ട്. ഇനി ഈ രോഗം അറിഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നവരെ ഞാൻ ഒന്നും പറയില്ല. എനിക്കൊന്നും പറയാനില്ല. എന്നെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന മാത്രം, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എനിക്ക് ക്യാൻസർ ആണെന്ന് ഓർത്ത് ഞാൻ കരഞ്ഞില്ല. കിച്ചു വലുതായി ഋതപ്പനെ ഓർത്തായിരുന്നു വിഷമം. എനിക്കും കൂടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവൻ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരുമുണ്ട്. പക്ഷെ ആരുമില്ലാത്ത ഒരവസ്ഥയാവും. ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് മറ്റുള്ളവരോട് പെരുമാറിയത്. എനിക്ക് ക്യാൻസർ ഒന്നുമില്ല. വേറൊന്നുമില്ല, ഇതിലും വലിയതാണ് കേട്ടത്, അനുഭവിച്ചത്. ഈ ക്യാൻസർ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ പോലും എയർപോർട്ടിൽ വെച്ച് പോലും വിഷമമുണ്ടായി.
കിച്ചു എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുകയാണ്, പുറത്തു പോകുകയാണെന്ന് പറഞ്ഞായിരുന്നു. ഇതറിയുമോ എന്ന് അറിയില്ല. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും എൻ്റെ മാനേജർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കസിൻസിനും മാത്രം അറിയാവുന്ന കാര്യമാണെന്നും രേണു പറഞ്ഞിരുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണോ അല്ലയോ എന്ന് പോലും എന്നെ ആരും വിളിച്ചു ചോദിച്ചിട്ടില്ല. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയതും വേറൊന്നും കൊണ്ടല്ല, പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നാണ് ഇത് ലീക്കായത്. എനിക്ക് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെ വിശ്വാസമാണ്. സുധിച്ചേട്ടൻ ഉള്ളപ്പോഴും ഈ മുഴയുണ്ട്. ഞാൻ പക്ഷേ ഇത് കാര്യമാക്കിയിരുന്നില്ല. ഇത് വലിയൊരു രോഗം തന്നെയാണ്. ആ രോഗം നമുക്ക് വരുമ്പോൾ പിന്നെയും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരോടും ക്രൂശിക്കുന്നവരോടും എനിക്കൊന്നും പറയാനില്ല. ഒരു ശത്രുക്കളോടും ഒരു ദേഷ്യവുമില്ല. എൻ്റെ അസുഖം എങ്ങനെയെങ്കിലും കുറയണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. കാരണം ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമെന്നും രേണു പറഞ്ഞിരുന്നു. ഇത്രയും നാൾ ലൈംലൈറ്റിൽ നിറഞ്ഞു നിന്ന രേണുവിന് ഇങ്ങനൊരു സാഹചര്യം വന്നതിൽ എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. എന്നാൽ കൊല്ലം സുധിയുടെ മൂത്ത മകനെ മാത്രം രേണുവിനടുത്ത് കാണുന്നില്ല. രേണുവിന്റെ അസുഖ വിവരത്തെക്കുറിച്ച് കിച്ചു സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ തമ്മിൽ അകൽച്ചയിലാണ്. ഇതിപ്പോഴും മാറിയില്ലേ എന്നാണ് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. ക്യാൻസർ ആണെന്ന് വാർത്തകൾ പ്രചരിച്ചിട്ടും കിച്ചു തന്നെ വിളിച്ചില്ല എന്ന് ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിൽ രേണു സുധി പറഞ്ഞിരുന്നു. സ്വന്തം മകനെ പോലെയാണ് കിച്ചുവിനെ രേണു കണ്ടിരുന്നത്. ഈ വിഷമഘട്ടത്തിൽ രേണുവിന് താങ്ങായി കിച്ചു ഒപ്പം ഉണ്ടാകേണ്ടതുണ്ടെന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കിച്ചു എന്നെ വിളിച്ചിട്ടില്ല. അന്നത്തെ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. ഞാനും വിളിച്ചിട്ടില്ല. ഋതപ്പനെ ഔട്ടിങ്ങിന് കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കാനാണ് അവസാനം വിളിച്ചത്. സത്യമാണോ അല്ലയോ എന്ന് ചോദിക്കാൻ പോലും സുധിച്ചേട്ടന്റെ വീട്ടുകാർ വിളിച്ചിട്ടില്ല എന്നും രേണു പറഞ്ഞിരുന്നു. അമ്മയെന്നാണ് രേണുവിനെ കിച്ചു വിളിക്കുന്നത്. ജന്മം നൽകിയ അമ്മ മരിച്ച ശേഷം കിച്ചുവിന്റെ ജീവിതത്തിലേക്ക് വന്ന അമ്മയാണ് രേണു. എന്നാൽ ഇന്ന് ഇവർ തമ്മിൽ ബന്ധമില്ല. താൻ കുട്ടിക്കാലത്ത് രേണുവിൽ നിന്നും രേണുവിന്റെ വീട്ടുകാരിൽ നിന്നും നേരിട്ട അവഗണനകളെക്കുറിച്ച് ഈ അടുത്ത് കിച്ചു തുറന്നു സംസാരിച്ചിരുന്നു. ഇതാണ് ഇരുവർക്കുമിടയിൽ അകൽച്ചയുണ്ടാക്കിയത്. എന്നാൽ കിച്ചുവിനെ കുറിച്ച് ഇതുവരെ നല്ലത് മാത്രമേ രേണു മീഡിയകൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് രേണുവിന്റെ അവസ്ഥയിൽ ഒപ്പം നിൽക്കുന്നത് മാതാപിതാക്കളും സഹോദരിയുമാണ്. തളർന്നു പോകാതെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയാണ് രേണു സുധി. ചികിത്സയ്ക്കായി തനിക്ക് പണം ആവശ്യമാണെന്നും അതാണ് തെറിവിളികൾ കേട്ടിട്ടും സബ്സ്ക്രിപ്ഷനുകളുമായി മുന്നോട്ട് പോയതെന്നും രേണു പറഞ്ഞിരുന്നു. ചികിത്സയ്ക്ക് പൈസ ആവശ്യമാണ്, അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ പോയത്. സബ്സ്ക്രിപ്ഷന്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത് നമുക്ക് ആവശ്യങ്ങളുള്ളത് കൊണ്ടാണ്. തെരുവിലുകൾ കേട്ടിട്ടും അതൊന്നും കളയാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. പ്രൈവറ്റ് ആശുപത്രിയിൽ വെച്ച് ഇക്കാര്യം അറിഞ്ഞതിന് ശേഷമാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്തത്. തുടക്ക സമയത്തായിരുന്നു അത്. എന്നെങ്കിലും ചികിത്സ ആവശ്യമാണെന്ന് എനിക്കറിയാമായിരുന്നു. വീട്ടുകാരോട് എത്ര നാൾ മറച്ചു വെക്കും? എന്നാലും ആവശ്യം വരും. അന്നും നമുക്കാരും ഒന്നും കൊണ്ടുതരാനില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം സബ്സ്ക്രിപ്ഷൻ ആയാലും യൂട്യൂബ് ആയാലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു വരുമാനമാണ്. പിന്നെ ആൽബങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ട്രീറ്റ്മെന്റ് ചെയ്യണം. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഞാൻ ഡൗൺ ആകില്ല. ഇങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകും എന്നായിരുന്നു രേണു പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.